ഒരു സംവാദ പരിപാടിയിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരാണ്. ഈ സംവാദ പരിപാടിയിൽ MP നികേഷ് കുമാർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം കേരളത്തിൽ ഉയരേണ്ട ചോദ്യമാണ്. മാധ്യമങ്ങൾക്ക് നേരെ ഉയരേണ്ട ചോദ്യമാണ്. മാധ്യമപ്രവർത്തകർ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. MP നികേഷ് കുമാറിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. നമുക്ക് നേരത്തെ ഓമനക്കുട്ടന്റെ കാര്യം പറഞ്ഞു. ആ മാധ്യമങ്ങളുടെ വെമ്പലുണ്ടല്ലോ, ഒരു CPM കാരനെ കിട്ടി 20 ഉറുപ്പ്യക്കാണെങ്കിൽ 20 ഉറുപ്പ്യക്ക് എന്ന് പറയുന്ന ആ വെമ്പൽ, ആ വെമ്പലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഓമനക്കുട്ടനിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ തുടർന്ന് കോൺഗ്രസ് പാർട്ടി 2 വട്ടം പിരിച്ചു. 2 വട്ടം 138 ചലഞ്ച്, 139 ചലഞ്ച്. 1 ഉറുപ്പ്യ ട്രഷറിയിൽ വന്നോ? 1 ഉറുപ്പ്യ ഈ പറയുന്ന മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ദുരിതബാധിതരായിട്ടുള്ള ആർക്കെങ്കിലും കൊടുത്തോ? ഈ ഡിസംബറിൽ ടൗൺഷിപ്പ് വരാൻ പോവാണ് സംസ്ഥാന സർക്കാരിന്റെ. അപ്പോൾ 20 ഉറുപ്പ്യ പിരിച്ചു എന്ന് പറയുന്ന ഓമനക്കുട്ടന്റെ കാര്യത്തിനകത്ത് ജാഗ്രത. അതേസമയം കോടികൾ അടിച്ച് പുട്ടിടിക്കുന്ന ഇപ്പുറത്ത് അലംഭാവം. അതാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. ഞാൻ ഇത്രയൊന്നും മാധ്യമ പ്രവർത്തനത്തിന് വിമർശിക്കണം എന്ന് വിചാരിച്ച ആളല്ല, മനോരമയും വിമർശിക്കണം എന്നാണ്. പക്ഷേ ഇങ്ങോട്ടൊക്കെ കൊണ്ടുതരുമ്പോൾ പിന്നെ അങ്ങോട്ടും കൊടുക്കണമല്ലോ. വലിയ ചോദ്യമാണ് MP നികേഷ് കുമാർ ചോദിച്ചത്. അത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. മാധ്യമ സ്ഥാപനങ്ങളോട് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യവുമാണ്. ഓമനക്കുട്ടനെ മറന്നുപോയിട്ടുണ്ടാകില്ല. എന്നാൽ മറന്നുപോയവർക്ക് ചിലപ്പോഴൊക്കെ MP നികേഷ് കുമാറിനെ പോലെയുള്ളവർ ഇക്കാര്യം ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അതുതന്നെയാണ് MP നികേഷ് കുമാർ ചെയ്തിരിക്കുന്നത്. പ്രളയകാലം നമ്മുടെ മനസ്സിലുണ്ട്. അന്ന് ആലപ്പുഴയിലെ കുട്ടനാട് ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്നു ജനങ്ങൾ. അവിടത്തേക്ക് ഭക്ഷണം എത്തുന്നു, ഭക്ഷണ സാധനങ്ങൾ എത്തുന്നു. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ പണം തികഞ്ഞില്ല. അപ്പോൾ അവിടെ കൂടിയിരുന്നവരിൽ നിന്ന് 5ഉം 10ഉം രൂപ, അങ്ങനെ ആകെ 70 രൂപ പിരിച്ചെടുക്കുന്നു ഓമനക്കുട്ടൻ. അത് വലിയ വാർത്തയാകുന്നു. മന്ത്രിമാരോട് അഭിപ്രായം ചോദിക്കുന്നു മാധ്യമങ്ങൾ. ലൈവ് ചർച്ചകൾ നടക്കുന്നു. ഓമനക്കുട്ടൻ എന്ന CPM നേതാവ് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് പിരിവെടുത്തു. ആ പിരിവെടുത്ത പണം കൊണ്ടാണ് അവിടത്തേക്ക് സാധനങ്ങൾ കൊണ്ടുവന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ദുരിതമാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു വാർത്ത. സാധനങ്ങൾ കൊണ്ടുവന്ന വണ്ടിക്ക് കൊടുക്കാൻ തുക തികയാത്ത സാഹചര്യത്തിൽ അവിടെ കൂടി നിന്നവരോട് പണം വാങ്ങിയത് 2ഉം 3ഉം 5ഉം 10ഉം രൂപ വാങ്ങിയത്, ആ പണം ഉപയോഗിച്ച് ഓട്ടോക്കാരന് കൂലി കൊടുത്ത് പറഞ്ഞു വിട്ടത്, അത് കേരളത്തിൽ വലിയ ചർച്ചയും വാർത്തയുമായി മാറി. പിന്നീടാണ് അതിൻ്റെ പൊള്ളത്തരം മാധ്യമങ്ങൾക്ക് മനസ്സിലായത്. പിരിവെടുത്തത് എന്തിനാണ് എന്നും എത്ര രൂപയാണ് പിരിവെടുത്തത് എന്ന കാര്യമൊക്കെ പുറത്തു വന്നതോടുകൂടി മാധ്യമങ്ങൾ വാർത്തകളിൽ നിന്ന് പുറകോട്ട് പോയി. വലിയ വിമർശനം മാധ്യമങ്ങൾക്കെതിരെ ഉയർന്നു വരികയും ചെയ്തു. ഇത് ഒരു ഉദാഹരണമായി മാധ്യമ വിദ്യാർത്ഥികളുടെ മുന്നിലുണ്ട്. കാരണം എങ്ങനെയാണ് CPM വിരുദ്ധ വാർത്തകൾ ഉത്ഭവിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമായിരുന്നു അത് പറഞ്ഞുകൊണ്ടാണ് MP നികേഷ് കുമാർ ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ കോടിക്കണക്കിന് രൂപ വയനാട് ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ കോൺഗ്രസ് പിരിച്ചെടുത്തിട്ടുണ്ട്? കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും ഉത്കണ്ഠയില്ല. കേരളത്തിലെ ഒരു മാധ്യമങ്ങളും അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. വയനാട്ടിലെ ദുരന്തബാധിതരുടെ കണ്ണീര് വിറ്റ്, കണ്ണീര് കാണിച്ച് പിരിച്ച പണമാണ്. ആ പണം KPCCയുടെ കയ്യിൽ കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും സംയുക്ത അക്കൗണ്ടിലാണ് കിടക്കുന്നത്, ഒരു പണം പോലും നഷ്ടപ്പെടില്ല എന്ന്. എന്തിനാണ് പണം പിരിച്ചത്? ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാനാണ്. ഇതുവരെയും ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല അതിനുവേണ്ടി കോൺഗ്രസ് നേതൃത്വം. വീട് വെച്ച് കൊടുക്കുന്നത് ആർക്ക്, ആരാണ് ഗുണഭോക്താക്കൾ എന്ന് പോലും അറിയില്ല കോൺഗ്രസ് നേതൃത്വത്തിന്. കോടിക്കണക്കിന് രൂപയാണ് ഫണ്ടായി കിടക്കുന്നത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ. അത് ഉപയോഗപ്പെടുത്താതെ കിടക്കുകയാണ്. അടുത്ത മാസം ഡിസംബറിൽ ടൗൺഷിപ്പ് പൂർത്തിയാകും. ദുരന്തബാധിതർക്ക് സർക്കാർ വീട് വെച്ച് നൽകും. പിന്നെ ആർക്കാണ് ഇവർ വീട് വെച്ച് നൽകുക? എന്തിനാണ് ഈ പണം പോക്കറ്റിലിട്ട് കോൺഗ്രസ് നടക്കുന്നത്? ഈ ചോദ്യം ഒരു മാധ്യമപ്രവർത്തകരും ചോദിക്കുന്നില്ല കോൺഗ്രസ് നേതാക്കളോട്. യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്ത പണമുണ്ട്, 1,05 ലക്ഷം രൂപയുണ്ട് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് 86 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാറി വന്നപ്പോൾ അത് 1,05 ലക്ഷം രൂപയായി മാറുകയും ചെയ്തു. ഈ പണം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുക? ആ പണം എന്തിനാണ് യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ കിടക്കുന്നത്? അത് എന്തുകൊണ്ട് ദുരിതബാധിതർക്ക് നൽകുന്നില്ല? ഈ ചോദ്യം ചോദിക്കുന്നില്ല മാധ്യമപ്രവർത്തകർ. അത് കേരളത്തിൽ ചർച്ചയായി വരുന്നില്ല. പക്ഷേ ഓമനക്കുട്ടൻ ഒരു 20 രൂപ പിരിച്ചപ്പോൾ അത് വലിയ വാർത്തയാവുകയും ചർച്ചയാക്കുകയും ചെയ്തവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. അതേ മാധ്യമങ്ങൾ UDFിനോട് കോൺഗ്രസിനോട് കാണിക്കുന്ന ഈ കരുതലുണ്ടല്ലോ, ഈ കരുതൽ കൂടി ഇല്ലെങ്കിൽ കോൺഗ്രസ് എന്തായിരിക്കും അവസ്ഥ?
UDFന്റെ സ്ഥിതി എന്തായിരിക്കും? ആ കരുതലിലാണ്, മാധ്യമപ്രവർത്തകരുടെ തലോടലിലാണ്, തണലിലാണ് ഈ UDF എന്ന സംവിധാനം, കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത് MP നികേഷ് കുമാർ. അതോടൊപ്പം എന്തിനാണ് നിങ്ങൾ പണം പിരിച്ചത്? ആ പണം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ഈ ചോദ്യത്തിന് ഉത്തരം കോൺഗ്രസ് നേതാക്കൾ പറയേണ്ടതുണ്ട്. ഇന്നലെ നാളെ പറയേണ്ടി വരും. മാധ്യമങ്ങൾ എത്ര മൂടി വെച്ചാലും അവർക്ക് മൂടിവെക്കാൻ കഴിയാത്ത വിധത്തിൽ അത് ചർച്ചയായി മാറും കേരളത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് കേരളമാണ്.